സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ സംഭവം സ്പൈഡർമാനായിട്ട് എപ്പോഴാണ് ചാക്കോച്ചൻ ഫ്ലാഷ് ഒക്കെ കാണുന്നത് 2004-ലും 2014-ലും ഇപ്പോൾ 2026-ലും. അപ്പോൾ അതെന്താ കോയിൻസിഡൻസ് ആണ്? അവര് മനഃപൂർവ്വം ഇറങ്ങുന്നത് അങ്ങനെയല്ല, യാദൃശ്ചികമായിട്ട് സംഭവിക്കുന്നതാണ്. അല്ലാതെ അതിൽ പറയുന്ന പോലെ സ്പൈഡർമാൻ അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടെന്ന് എനിക്ക് അങ്ങനെ യാതൊരു ഉദ്ദേശം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇറ്റ് ഈസ് ഹാപ്പനിങ് കോയിൻസിഡന്റലി. പുള്ളി പോലും ഒന്നും പറയുന്നില്ല, അപ്പൊ ഞാനെന്ത് പറയാനാണ്? അദ്ദേഹം പറഞ്ഞിട്ട് ആദ്യമായിട്ട് ഒഫീഷ്യലി അറിയില്ല എനിക്കറിയില്ല. അതിന് പടം തുടങ്ങിയിട്ട് സെക്കൻഡ് ഹാഫ് ഒക്കെ ആകുമ്പോൾ ഒരുപാട് മാനസിക തലങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പൊ ആ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു സൈക്കോളജിക്കൽ ലെവലിൽ വരെ ഒരുപാട് റെഫറൻസ് വേണ്ട ക്യാരക്ടറായിട്ട് അത് നല്ല രീതിക്ക് അവതരിപ്പിച്ചിട്ടുമുണ്ട്. അപ്പൊ ആ ഒരു ക്യാരക്ടറിലോട്ട് ഈ ഷെല്ലി എന്നുള്ള ക്യാരക്ടറിലോട്ട് മാറുമ്പോൾ അതിന് വേണ്ട എന്തെങ്കിലും മുന്നൊരുക്കങ്ങൾ ഇപ്പോൾ ഒരു ഇതുപോലുള്ള റെഫറൻസോ കാര്യങ്ങളൊക്കെ നോക്കി ചെയ്തിരുന്നോ? ചില റെഫറൻസുകളുണ്ടായിരുന്നു. അത് ഷാഹി അതിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ എനിക്ക് അറിയാവുന്ന പേഴ്സണലായിട്ടുള്ള കുറച്ച് ആൾക്കാരിൽ നിന്നുള്ള ഫീഡ്ബാക്സും എടുത്തിട്ടുണ്ട്. അതാരാണെന്ന് പറയാൻ പറ്റില്ല, കാരണം അവരുടെ സ്വഭാവമാണ്. അവരെനിക്ക് ശരിക്കറിയാവുന്നതുകൊണ്ട്. പക്ഷെ പിന്നെ അത് നമ്മുടേതായിട്ടുള്ള രീതിയിൽ കുറച്ചും കൂടെ എങ്ങനെയൊക്കെ ഓർഗാനിക്കായിട്ട് അല്ലെങ്കിൽ നാച്ചുറലായിട്ട് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് ഞാനൊരു പ്രോസസ്സിൽ വിശ്വസിക്കാറുണ്ട്. ആ ഒരു കഥാപാത്രത്തിൻ്റെയും ആ കഥാപാത്രമായിട്ട് വരുമ്പോൾ, ആ സെറ്റിലേക്ക് വരുമ്പോൾ നമ്മുടെ കൂടെയുള്ളവരും പ്രൊഡ്യൂസറല്ല, ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും ഇവരുടെ എല്ലാവരുടെ ഇൻപുട്ടും കാര്യങ്ങളും പ്രൊഡ്യൂസറിന് അടുത്തിരിക്കുന്നതുകൊണ്ട് അറിയാതെ വന്നു പോയതാണ്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ഔട്ട് ചെയ്യാറുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് നമ്മൾ എടുക്കുന്ന റെഫറൻസുകളും നമ്മളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാറുമുണ്ട്, ചെയ്യുന്നതും പറയുന്നതും ഒക്കെ ശരിയാണോ എന്നുള്ളത്. അപ്പം അതിൻ്റെയൊക്കെ ഒരു എൻഡ് റിസൾട്ടാണ് അതിൽ ഷെല്ലിയും, അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫിൽ പ്രത്യേകിച്ച് നമ്മൾ കാണുന്ന ഷെല്ലിയുടെ മനോവ്യാപാരങ്ങളും. ഡയറക്ടറാണ് ഇപ്പോൾ പടം അവസാനിക്കുമ്പോൾ ഒരു സെക്കൻഡ് പാർട്ടിലോട്ടുള്ള ഒരു ത്രെഡ് കിടക്കുന്നുണ്ട്, നമുക്ക് പ്രതീക്ഷിക്കാമോ? നമ്മൾ കാണുന്ന ഒരുവിധം കണ്ടിറങ്ങി എല്ലാവർക്കും ആ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഒരു വീണ്ടും ഒരു പെട്ടി കാണിക്കുന്നു, അതിലോട്ടൊരു ഫോക്കസ് പോകുന്നു. പെട്ടിക്കകത്ത് എന്താണ് ആ സമയത്ത് ഇരിക്കുന്നതെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നല്ലതായിരിക്കും. അപ്പൊ സെക്കൻഡ് പാർട്ട് ഇല്ല. ഉന്മാദം ഇതോടെ അവസാനിച്ചു. ഇതില് ഒരുപാട് സൂപ്പർസ്റ്റിഷൻസ് ആസ്ട്രോളജിനെ പറ്റി പറയുന്നുണ്ട്. അത് ലാസ്റ്റ് വരുമ്പോ അത് ശരിയാവുകയാണല്ലോ. അപ്പോ അങ്ങനെ സൂപ്പർസ്റ്റിഷൻസിൽ വിശ്വസിക്കുന്നുണ്ടോ? ഇപ്പൊ ഒറ്റ മൈനനെ കണ്ട മോശമാവും, നമ്മൾക്ക് അറിയാം സൂപ്പർസ്റ്റിഷൻ ആണെന്ന്, എന്നാലും ഒറ്റ മൈനനെ കാണുമ്പോ അയ്യോ ഇനിയിപ്പോ മോശമാവുമോ ദിവസം, അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഈ ചോദ്യത്തിന്റെ ആദ്യ ഭാഗത്തിലേക്ക് വരികയാണെങ്കിൽ, രണ്ടാമത്തെ ഭാഗത്തിന്റെ പറയാം. ഒറ്റമൈന അതിലുള്ള വിശ്വാസം, സൂപ്പർസ്റ്റിഷൻസ് കാര്യം അത് തന്നെ. ഒറ്റമൈന പോലെയുള്ള കാര്യം, അങ്ങനത്തെ സൂപ്പർസ്റ്റിഷൻസിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഈ നമ്മൾ ചില ഇത് കാണുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞ് ചെയ്ത കാര്യങ്ങളൊക്കെ വളരെ മോശമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് വിശ്വാസം കുറവാണ്. പിന്നെ ഈ ചോദ്യത്തിന് ആദ്യ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നല്ല ഇടിയും വെച്ച് വരും. പടം ഒന്നും കൂടെ കാണേണ്ടി വരും കുട്ടിക്ക്. ഞാൻ ഇതിൻ്റെ ട്രെയിലർ ലോഞ്ചിനൊക്കെ പറഞ്ഞു, ചിലപ്പോൾ 1-2 പ്രാവശ്യം കണ്ടാൽ ആയിരിക്കും ചിലപ്പോൾ ഒന്ന് മനസ്സിലാകാൻ ചിലർക്ക് എന്നുള്ളത്. അപ്പോൾ ആ ഗണത്തിൽപ്പെട്ട ഒരു കുട്ടിയാണ് താങ്കൾ. ഒന്നുകൂടെ കാണും, എന്നിട്ട് നമുക്ക് 2 ചോദ്യങ്ങൾ സെയിം ആയിരുന്നു. ഒരാൾ ചിന്തിച്ചത് പെട്ടിക്കകത്ത് വെള്ള പേപ്പർ ഇന്നിട്ട് 2ാം ഭാഗം ഉണ്ടോന്നും, മറ്റൊരു അന്ധവിശ്വാസം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അത് പറയുന്ന ക്യാരക്ടർ ആരാണെന്നുള്ള നോക്കുക. ആസ്ട്രോളജർ. പക്ഷെ അത് ശരിയായല്ലോ. സിനിമ അജ്മലെ ആ കുട്ടിയെ കൊണ്ട് പടം കാണും കേട്ടോ. അജ്മലെ കണ്ടിട്ടില്ലല്ലോ. ഷാഹി സാർ, ഈ കഥ അവസാനിക്കുന്ന ഒരു പോയിന്റ് പ്രേക്ഷകന് കൊടുക്കുന്ന ഒരു ചോദ്യമാണ്. മികച്ച വിദ്യാർത്ഥി പ്രേക്ഷകന് കൊടുക്കുന്ന ഒരു ചോദ്യമാണ്. അതായത്
രണ്ട് രീതിയിൽ ചിന്തിക്കാൻ പറ്റും. അത് ഷെല്ലിയുടെ പെർസ്പെക്റ്റീവിൽ ചിന്തിക്കാം. ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഷെല്ലി ഇതാണെന്നുള്ളത് ചിന്തിക്കാൻ പറ്റും. അപ്പം ശരിക്കും അത് പ്രേക്ഷകന് കൊടുക്കുക ഒരു എന്താ പറയുക, ഓഡിയൻസിനെ കൺഫ്യൂസ് ചെയ്യിക്കല്ല. ഓഡിയൻസ് സിനിമ കഴിഞ്ഞ് ഇറങ്ങിയാലും ശരിക്കും എന്താണ് അവിടെ സംഭവിച്ചത്, അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് ഒരു ചോദ്യം ആ സിനിമ ഉള്ളിൽ തന്നെ കൊണ്ടുനടക്കാന്ന് പറഞ്ഞ ചെറിയൊരു പ്രോസസ് അല്ലല്ലോ. ശരിക്കും അതാ തോട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അത് തന്നെയാണ് ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞത്. ഞങ്ങൾക്ക് ഭയങ്കര ക്ലീൻ ആയിട്ട് ഇത് അങ്ങനെ അല്ലാന്ന് പറയാം, അങ്ങനെ ആണെന്നും പറയാം, വളരെ എളുപ്പമായിരുന്നു. പക്ഷെ ഇത് കാണുന്ന പ്രേക്ഷകൻ തിരിച്ച് ബാക്കിലോട്ട് പോയി ഒന്ന് ചിന്തിച്ചാൽ ഞങ്ങൾ പറയാനുള്ള ഉദ്ദേശം എല്ലാം കിട്ടും എന്ന് വിശ്വസിക്കുന്നുണ്ട്. അതാണ് റീവാച്ച് കുറച്ച് ആവശ്യമുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ട വേറെ കാര്യം, ഞാൻ ഈ സിനിമ ആദ്യമായിട്ട് തിയേറ്ററിൽ വന്നിട്ടാണ് ഫുൾ ഓണായിട്ട് കാണുന്നത്. ഒരു കറക്റ്റായിട്ട് തന്നെ ഒരു ഫൈനൽ പ്രോഡക്റ്റ് ഞാൻ കാണുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എന്നിലെ ഒരു ആക്ടറിനെ അല്ലെങ്കിൽ കഥാപാത്രം അവതരിപ്പിച്ച ഷെല്ലി അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു സാധാരണ പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ ഈ പടം കാണാനായിട്ട് സാധിച്ചു എന്നുള്ളൊരു വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നുണ്ട്. അത് എന്നിലെ പ്രേക്ഷകനെ 100% തൃപ്തിപ്പെടുത്തിയ ഒരു സിനിമ എന്നുള്ളത് എനിക്ക് വ്യക്തിപരമായിട്ട് ഉറപ്പിച്ച് പറയാവുന്നൊരു കാര്യമാണ്. അപ്പം അങ്ങനെ ഒരു സിനിമ തന്നതിന് ഹോൾ ടീമിനോട് എൻ്റെ ചാക്കോച്ചൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പേരിൽ ഒരു നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു ടു ഉന്മാദൻ ടീം ഫ്രം ചാക്കോച്ചൻ, നോട്ട് ഫ്രം ഷെല്ലി. താങ്ക് യു. ഇത് ആക്ച്വലി ഒരു ക്യാരക്ടർ സ്റ്റഡിയാണ്, അല്ലാതെ ഇതൊരു കുറ്റാന്വേഷണ സിനിമയല്ല. ക്യാരക്ടറാണ്. റൈറ്റർ ട്രാൻസ്ഫോർമേഷൻ തോട്ട് പ്രോസസ്സുകളൊക്കെയാണ് ഈ സിനിമയെ നമ്മൾ ആരംഭിച്ചിരിക്കുന്നത്. അല്ലാതെ ഒരു കുറ്റാന്വേഷണ സിനിമയാണെങ്കിൽ ഒരു ഓഫീസറോട് ഡ്യൂട്ടിയാണെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ, അല്ലെങ്കിൽ ജോസഫ് ആണെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ വളരെ സിമ്പിളാണ്. നമ്മൾ ആ ഏരിയ വിട്ടത് തന്നെ ഇതൊരു ക്യാരക്ടർ, അയാളുടെ തോട്ട് പ്രോസസ്സുകൾ അങ്ങനെയൊക്കെ. ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ ഷെല്ലി എന്ന കഥാപാത്രം? അതായത് ഇപ്പം ഷെല്ലിയാണ് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തെന്ന് തോന്നുന്നുണ്ട്. തോന്നിപ്പോയി പോലീസിൽ നിന്ന് ഇതേപോലെ ഒരു ആ പ്രോസസ് ഉണ്ടോ? ജേണി ചെറിയൊരു ജേണി അല്ലല്ലോ. ഇവർ പറയുന്ന കേട്ട വിജയ് ഞാൻ എന്റെ ബയോപിക് എടുത്ത കൊള്ളായിരുന്നു, നല്ലായിരുന്നു. എനിക്ക് ഇവരുടെ കൂടെ അഭിനയിച്ചിട്ട് ഒരു നല്ല എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. എല്ലാരും പടം പോയി കാണാത്തവരും ഇവിടെ കുറച്ച് പേരുണ്ട്, അവരും കൂടി കാണാ. നീ എനിക്ക് ഒന്ന് കാണണമെന്നുണ്ട്. അല്ല, ഒന്ന് കണ്ടാ മതി. വിജയുണ്ട്. അവരൊന്ന് കാണണമെന്നുണ്ട്. ഒരു മാജിക്ക് എടുപ്പിച്ചു, പക്ഷെ അതെനിക്കറിയില്ല. ചേട്ടനാണ് അറിയാം. എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എല്ലാവരും സിനിമ പോയി കാണുക, പിന്നെ സപ്പോർട്ട് ചെയ്യാന്നുള്ളത് തന്നെയാണ്. പിന്നെ ഈ സെറ്റ് ഒരു എൻജോയ്മെൻറ്റ് സെറ്റായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സെറ്റായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് ചാക്കോച്ചനെയും ലിജു ചേച്ചിയും കിരൺദാസങ്കറിനെയും പിന്നെ ഷയങ്ങളുടെയും അവരായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ എൻജോയ്മെൻ്റ് ഒക്കെ തന്ന ആൾക്കാർ. അപ്പോൾ എല്ലാവരും പടം പോയി കാണാൻ സപ്പോർട്ട് ചെയ്യും. താങ്ക് യു. കഥ കേട്ടപ്പോൾ ഇതിൽ കരച്ചിലൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ ഷൂട്ടിലേക്ക് പോയപ്പോൾ കുറെ മാറി എന്നെ കൊണ്ട് കരയിപ്പിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ സൂപ്പർ ഹിറ്റ് ആവട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. നന്നായിട്ട് കരഞ്ഞിട്ടുണ്ടായിരുന്നു, ആത്മാർത്ഥമായിട്ട് കരഞ്ഞു. കഥാപാത്രമായിട്ട് ഉൾക്കൊണ്ടുവന്ന് കരയാനും പ്രേക്ഷകരെ കൊണ്ട് കരയിപ്പിക്കാൻ സമയം എളുപ്പമാണ്. നല്ലൊരു തിരക്കഥാകൃത്തും നല്ലൊരു എഡിറ്ററും ഡയറക്ടറും ഉണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്.
ഇത് ഞാൻ പറഞ്ഞില്ല, ഇതിലെ കുറെ മൊമെന്റ്സ് അത് ഇത് ഫൈനലി അതെങ്ങനെ വരുന്നു, ഇത് എങ്ങനെയാണ് ഇത് കഥയിൽ ബ്ലെൻഡ് ചെയ്യുക. ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന ഇമോഷൻസ് പലതും പല സമയങ്ങളിൽ പല ലൊക്കേഷനുകളിലായിരിക്കും ചിലപ്പോൾ എടുക്കുക. പക്ഷെ അതൊക്കെ കണക്ട് ചെയ്ത് വളരെ നാച്ചുറലായിട്ട് അത് ഒരേ ലെവലിൽ അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻ്റെ ഒരു ഹൈ ഇങ്ങനെ പതുക്കെ കയറ്റിക്കൊണ്ട് വരിക എന്ന് പറയുന്ന ഒരു മാജിക്കാണ്. അത് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ആ ടെക്നിക്കൽ ടീമിൻ്റെ ഒരു എഫേർട്ട്, ഒരു ക്രിയേറ്റീവ് എഫേർട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ ഡയറക്ടർ ആണെങ്കിലും എഡിറ്റർ ആണെങ്കിലും DOP, കോസ്റ്റ്യൂംസ്, മേക്കപ്പ്, സ്ക്രിപ്റ്റ് റൈറ്റർ, അതേപോലെ തന്നെ മ്യൂസിക്, ഇതെല്ലാം അതിനെ ഒരു പടി കൂടെ അല്ലെങ്കിൽ പല പടികൾ മേളിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അതായത് ഒരു സാധാരണ പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ അത് കാണുമ്പോൾ ഉന്മാദത്തിലൂടെയുള്ള ഷെല്ലിയുടെ യാത്ര എന്ന് പറയുന്നത് ഒരു അഭിനേതാവിനപ്പുറം ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ അത് ഭയങ്കരമായിട്ട് അത് എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. ഞാൻ ഒരു അഭിനേതാവ് എന്നുള്ള രീതിയിലല്ലാതെ ഇത് ഞാൻ ചെയ്തത് ശരിയാവുമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ, ഇത് നന്നാക്കാമോ എന്നുള്ള ഒരു പേടിയോ അല്ലെങ്കിൽ ഒരു ചോദ്യങ്ങളോ ഒന്നുമില്ലാതെ ഒരു സാധാരണ പ്രേക്ഷകനായിട്ടിരുന്ന് ആ സിനിമ അല്ലെങ്കിൽ ആ കഥാപാത്രങ്ങളോട് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും എന്ന് പറയുന്നത് ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ലഭിച്ചൊരു സിനിമയും കൂടെയാണ് ഉന്മാദം. അപ്പം ഇതിൽ ഇമോഷൻസിൻ്റെ കാര്യങ്ങളാണെങ്കിലും വേറെ ഏത് കാര്യങ്ങളാണെങ്കിലും ഇപ്പോൾ ലാസ്റ്റത്തെ ക്ലൈമാക്സ് ഫൈറ്റ് സീൻസിനെ പറ്റി പോലും ആൾക്കാർ പറയുമ്പോൾ അത് ആ സമയത്ത് ഉണ്ടായതാണ്. നമ്മൾ ഓൺ ദി സ്പോട്ടായിട്ടുള്ള ഇംപ്രവൈസേഷൻസ് ഒരുപാട് ചെയ്തിട്ടുണ്ട് കഥാപാത്രങ്ങളുടെ യാത്രകളിലും അല്ലെങ്കിൽ ഇമോഷൻസിലും എല്ലാം. അപ്പം അതെല്ലാം ഈ പറയുന്ന പോലെ ടെക്നിക്കൽ ടീമിൻ്റെ ക്രിയേറ്റീവ് ഇൻപുട്ടുകൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളതാണ്. അത് വളരെ രസകരമായിട്ട് വന്നിട്ടുള്ള വളരെ നല്ല നൈസായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് അത് എനിക്ക് തോന്നിയത്. അവാർഡുകളുടെ വിശ്വാസമുണ്ടോ ചാക്കോച്ചൻ? ഇപ്പം ചാക്കോച്ചൻ ഈ ഇതിൽ നല്ലോണം ചെയ്തിട്ടുണ്ട്, എനിക്ക് പ്രതീക്ഷയിൽ ഒരു അവാർഡ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ അവാർഡുകളിൽ ചാക്കോച്ചന് വിശ്വാസമുണ്ടോ? ഉറപ്പായിട്ടും നന്നായിട്ട് വിശ്വസിക്കുന്നുണ്ട്. അല്ല, ഇതിൽ ചെയ്തു വെച്ചിട്ട് എനിക്ക് അവാർഡ് കിട്ടാനുള്ള വകുപ്പുണ്ടോ? ഇതിൽ മാത്രമല്ല, എല്ലാ സിനിമകളും ചെയ്തു വെക്കുമ്പോൾ അവാർഡിന് വകുപ്പുണ്ടെന്ന് ഞാൻ വിശ്വസിക്കാറുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു, ഇത് ഇപ്പം ശരിക്കും നമ്മുടെ മലയാള സിനിമ എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയുക, ടാലന്റുകളുടെ ഒരു കൂട്ടപരിചിലാണ്. അപ്പം അത് ശരിക്കും എല്ലാവരെയും പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവരിലെ തന്നെയുള്ള അഭിനയത്തിൻ്റെ കാര്യങ്ങൾ വേറെ രീതികളിലൊക്കെ ട്രൈ ഔട്ട് ചെയ്യാനായിട്ട് എക്സ്പെരിമെൻറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഡ്രൈവ് എല്ലാവർക്കും കിട്ടുന്നുണ്ട്. ആ ഒരു പ്ലാറ്റ്ഫോം, ഈ ഒരു പ്ലാറ്റ്ഫോം എനിക്ക് തോന്നുന്നു മലയാള സിനിമയിലാണ് ഇപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ സംഭവിക്കുന്നത്. അപ്പോൾ ആ ഒരു ഗണത്തിൽ പെടാൻ സാധിച്ചത് ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. അവാർഡുകൾ എന്ന് പറയുന്നത് ഒരു പ്രോത്സാഹനമാണ് ശരിക്കും. എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് മറ്റേ സംസ്ഥാന അവാർഡ് വേണ്ട അല്ലെങ്കിൽ മറ്റുള്ള അവാർഡുകൾ വേണ്ട, ജനങ്ങളുടെ അവാർഡുകൾ മതി എന്ന് പറയുന്നതിനപ്പുറം എന്താ പറയുക, ഒരു ആക്ടിങ് വേറെ ഇല്ലെന്ന് തോന്നുന്നു. മനോരമ സ്റ്റുഡിയോസിനാണ് സാർ. ഹായ് പ്രൊഡ്യൂസേഴ്സ് സാർ. മലയാളത്തിൽ ഫസ്റ്റ് ഇൻഡിവിജ്വൽ മലയാളത്തിൽ ചെയ്യുന്ന ഇൻഡിവിജ്വൽ പ്രൊഡ്യൂസറായിട്ട് ചെയ്യുന്ന ഫസ്റ്റ് വെഞ്ചർ ആണല്ലോ ഉന്മാദം എന്ന് പറയുന്നത്. എത്രത്തോളം ക്ലോസ് ആണത്? ക്ലോസ്ഡ് ആണ്. കാരണം ഫസ്റ്റ് ടൈം ഇൻഡിവിജ്വൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇതിനു മുമ്പ് കോ പ്രൊഡ്യൂസ് ചെയ്ത പടം വന്നിട്ട് ഫസ്റ്റ് ഇൻഡിവിജ്വൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഇഷ്ടമാണോ ഇത്? എത്രത്തോളം ക്ലോസ് ആണിത്? ക്ലോസ് മീൻസ് എത്രത്തോളം ഫേവറേറ്റ് ആണ്? ക്ലോസ് ടു ബി അത് ഭയങ്കര ഫസ്റ്റ് സിനിമയാണ്. ഷാഹിനെ കണ്ടപ്പോൾ നമ്മള് കഥയൊക്കെ ഷാഹി പറഞ്ഞപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ സിനിമ ഷാഹിയുടെ കൂടെ ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു ഭാഗ്യമായിരുന്നു നമുക്കൊക്കെ. ഷാഹിയെ കണ്ടു, ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ചാക്കോച്ചനെ കണ്ടു, സിനിമ ചെയ്തു. സിനിമ ഇപ്പോൾ ഹിറ്റാണ്. സോ നമുക്ക് വേണ്ടി ഇത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പുമായിരുന്നു കമ്പനിക്ക് വേണ്ടി. ഇനി ചെയ്യുന്നതും പോലെ മലയാളം സിനിമയുടെ സ്വന്തം നമ്മൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുമായിരുന്നു. ചാക്കോച്ചൻ്റെ കൂടെ അടുത്ത സിനിമ ചെയ്യുന്നുണ്ട്, ഷാഹിയുടെ കൂടെ അടുത്ത സിനിമ ചെയ്യുന്നുണ്ട്. കിരൺ ഇപ്പോൾ ആന്ന് പറഞ്ഞിട്ടില്ല, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. സോ സിനിമകൾ നമ്മൾ കുറച്ച് ചെയ്യുന്നുണ്ട് മലയാളത്തിൽ. ഇനി അടുത്ത ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പടം ടിക്കറ്റൊക്കെയാണ്. എന്താണ് എൻ്റെ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുവാണ് അതിൻ്റെ. അത് വലിയൊരു വെടിക്കെട്ടായിരിക്കും മലയാള സിനിമ എന്നൊരു ഇതുണ്ട്. ശരിക്കും വരട്ടെ. ഒക്ടോബർ നവംബറിലാവും പറയാം, ഡേറ്റ് പറയാം. ചാക്കോച്ചൻ ഇതേപോലെ ഒരു മാസ് പടം ഞങ്ങൾക്ക് ഉടനെ പ്രതീക്ഷിക്കാമോ? ഒരു പക്ക ഒരു ഗാങ്സ്റ്റർ ലെവലിലുള്ള സാധനം.
ഇത് കേൾക്കുന്ന പ്രൊഡ്യൂസേഴ്സും തിരക്കഥാകൃത്തുക്കളും ഡയറക്ടേഴ്സും ഉണ്ടെങ്കിൽ ദയവായി അങ്ങനത്തെ ഓപ്ഷൻസും ഓപ്പർച്യൂണിറ്റീസും കഥാപാത്രങ്ങളും സിനിമകളുമായിട്ട് വരിക. ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞില്ല, ഞാൻ അവതരിപ്പിക്കാത്ത തരത്തിലുള്ള ഏത് തരത്തിലുള്ള സിനിമകളാണെങ്കിലും കഥാപാത്രങ്ങളാണെങ്കിലും ചെയ്യാനായിട്ടുള്ള ആഗ്രഹമുള്ളത്. ഞാൻ മാത്രമല്ല, ഇപ്പം ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന എല്ലാ അഭിനേതാക്കൾക്കും ആ ഒരു ആഗ്രഹവും ആവേശവും ആവശ്യവും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അത് തീർച്ചയായിട്ടും സംഭവിക്കും. ഈ പറയുന്ന പോലെ ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും സംഭവിച്ചിരിക്കും. തീർച്ചയായും സാധിക്കട്ടെ. ഞങ്ങൾ കാത്തിരിക്കുന്നു. താങ്ക് യു വെരി മച്ച്. രണ്ടുപേരും രണ്ട് ഷോട്ടിൽ അവൾ അഭിനയിച്ചിട്ടുണ്ട്, ബാക്കിയെല്ലാം ഞാൻ തന്നെ ചെയ്യുന്നു. അവള് അവളുടെ ക്യാരക്ടർ കൂടുതൽ പറയാൻ പോകും. അപ്പൊ അവളുടെ ക്യാരക്ടർ വരുന്ന ആ സീനിലും ഞാൻ തന്നെയാണ് പറ്റിച്ചഭിനയിച്ചതല്ലേ. അതുകൊണ്ട് അങ്ങനെ അവളുടെ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുക അങ്ങനത്തെ എക്സ്പീരിയൻസ് ഒന്നുമില്ല. കാല് പിടിച്ച് ഒന്ന് ചെയ്യണം എന്ന് പറഞ്ഞ് അങ്ങനെ ഒന്ന് ചെയ്തിട്ട് പോയത്. അത് ചുമ്മാ പുറകിലിരിക്കുന്നില്ല. അപ്പൊ എന്ത് ചെയ്താലും തിരിഞ്ഞു നോക്കില്ല എന്ന് പറഞ്ഞ് അങ്ങോട്ട് തന്നെ നോക്കിയിരിക്കുമായിരുന്നു. ക്യാമറയിലോട്ട് പോലും നോക്കിയിട്ടില്ല. അപ്പൊ അതിനങ്ങനെ അഭിനയിച്ചതൊന്നും പറയാൻ പറ്റില്ല. ചുമ്മാ ഇരുന്നു അത്രയും. ചുമ്മാ ഇരിക്കുമ്പോ തന്നെ അടിപൊളി അഭിനയമാണ്. ഞാൻ പറഞ്ഞേക്കാവത് പറഞ്ഞു കൊടുക്കണം. കോമ്പറ്റീഷൻ എന്നേക്കാളും അപ്പുറം നമ്മൾ അവരിൽ നിന്ന് എന്താണ് പഠിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അവരോടൊപ്പം എങ്ങനെ മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. ഇപ്പം നോക്കുകയാണെങ്കിൽ ഇപ്പം മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാർസ് എന്ന് പറയുന്ന മെയിൻ പില്ലറുകൾ എന്ന് പറയുന്ന ആൾക്കാർ മമ്മൂക്ക, ലാലേട്ടൻ എത്രയോ വർഷങ്ങളായിട്ട് നമ്മുടെ വേദിയിലുള്ളവരാണ്. അതേപോലെ അതിന് ശേഷം വന്നവരാണെങ്കിലും ഇപ്പോൾ കൂടെയുള്ളവരാണെങ്കിലും എനിക്ക് ശേഷം വന്നവരാണെങ്കിലും എല്ലാവരും ഈ സിനിമ ഇൻഡസ്ട്രിയിലുണ്ട്, നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു സ്പേസും അവർ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി ഫുൾ ഓണായിട്ട് വളരെ പാഷനേറ്റ് ആയിട്ട് നല്ല അധ്വാനം ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു സ്പേസ് എല്ലായിടത്തും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. സിനിമയിലേക്ക് വരുന്നവർ സിനിമ അഭിനയം മാത്രം ആഗ്രഹിച്ച് വരുന്നവരല്ല ഉള്ളത്. ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ തന്നെ ആക്ടേഴ്സിൽ ഒരു വലിയൊരു വിഭാഗം വേറെ കുറേ കരിക്കുലം അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ അങ്ങനത്തെ പല പല അക്കാഡമിക്സ് ഒക്കെ പൂർത്തിയാക്കിയിട്ട് അത് കഴിഞ്ഞിട്ട് പാഷൻ്റെ പുറത്ത് സിനിമയിലേക്ക് വന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരെല്ലാവരും വിജയിക്കുന്നുമുണ്ട്, ചിലർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അൾട്ടിമേറ്റ്ലി ഈ പാഷൻ്റെ പുറകെ പോകുന്നത് ഒരു പരിധിവരെ നമുക്ക് ആ പേഷ്യൻസും ആ ഒരു ഫയറും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇറ്റ് വിൽ പേ ഡിവിഡൻസ്. അപ്പോൾ ജെൻസി 2K അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഡിഫറൻസിയേഷൻ ഇവിടെ അതിന് പ്രസക്തി ഉണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. എല്ലാവർക്കും ഇവിടെ സ്പേസ് ഉണ്ട്. അപ്പോൾ ചാക്കോച്ച എന്തായാലും സിനിമ ഇന്ന് ഇറങ്ങി വലിയ വലിയ വിജയങ്ങളായിട്ട് എല്ലാ തിയേറ്ററിലും ഭയങ്കര റെസ്പോൺസുകൾ ഇനി വന്നുകൊണ്ടിരിക്കുന്നു. ഇനി ഒരുപാട് 100 ദിവസം ഓടി ഇതിന്റെ വിജയാഘോഷത്തിൽ ഞങ്ങളും പങ്കെടുക്കാൻ പറ്റട്ടെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇതുപോലെ ഒരുപാട് ചിത്രങ്ങൾ ചാക്കോച്ചനെ കാണാൻ പറ്റുന്നത് വീണ്ടും ആഗ്രഹിക്കുന്നു. അപ്പോൾ എന്താണ് ഇനി കാണാനുള്ള പ്രേക്ഷകരോട് പറയാനുള്ളത്? തീർച്ചയായിട്ടും ഈ ഒരു സ്നേഹവും ഒരു സപ്പോർട്ടും തന്നതിനായിരുന്നതിന്റെ നന്ദിയും ഞങ്ങൾ സന്തോഷവും അറിയിക്കുകയാണ്. അതേപോലെ തന്നെ ഈ നല്ല സിനിമകൾ, അത് ഏത് തരത്തിലുള്ള സിനിമകളാണെങ്കിലും അത് നേടി സ്വീകരിക്കുന്ന പ്രേക്ഷകരോടാണ് ഞങ്ങളുടെ ഏറ്റവും ആദ്യത്തെ കമ്മിറ്റ്മെന്റ്. അവർ ഏതൊക്കെ രീതിയിൽ എന്റർടൈൻ ചെയ്യാൻ സാധിക്കും എന്നുള്ള ഓപ്ഷൻസ് എല്ലാ രീതിയിലും നമ്മൾ ട്രൈ ഔട്ട് ചെയ്യുന്നുണ്ട്. അത് എക്സ്പീരിയൻസ് ഉള്ളവരെന്നോ ഇല്ലാത്തവരെന്നോ ഒരു വ്യത്യാസമില്ലാതെ, അല്ലെങ്കിൽ സിനിമയിൽ പടക്കം ചെന്നവരെന്നോ തടക്കം ചെന്നവരെന്നോ പുതിയ ആൾക്കാരെന്നോ അല്ലെങ്കിൽ വരാൻ അങ്ങനെ ഒരു വ്യത്യാസമില്ലാതെ എല്ലാ തരത്തിലുള്ള രീതിയിലും ആൾക്കാരെ എന്റർടൈൻ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു യാത്രയിൽ ഞങ്ങളെ കൂടെ ചേർത്ത് നിർത്തിയതിൽ ഒരുപാട് സന്തോഷം. പുതിയ സിനിമകളും പുതിയ കഥാപാത്രങ്ങളും പുതിയ രീതികളുമായിട്ട് വീണ്ടും മലയാള സിനിമ ശോഭിച്ചു നിൽക്കുന്നുണ്ട്. സോ താങ്ക് യു ഫോർ ദാറ്റ്. അപ്പോൾ ഉന്മാദത്തിനെ എല്ലാ രീതിയിലും സ്വീകരിച്ചതിന് ഉന്മാദം ടീമിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും താങ്ക് യു വെരി മച്ച്. സന്തോഷം. താങ്ക് യു. हिंदी में बात करेगा या I think for Panorama Studios, like Rajesh ji was saying, ये बहुत ही important फिल्म है हमारे लिए and बहुत अच्छी टीम थी हमारे साथ. शाही कबीर, किरण दास, चाकोचंद, बीजू मॉल, सब ने बहुत एफर्ट डाला है और बहुत ही everyone's putting their best and I think we've made a good film and we just hope the audience gives all the love to the film. And thank you and please spread the good word. ഹായ്, നമസ്കാരം ചാക്കോച്ച. എൻ്റെ സെക്കൻഡ് മൂവി ടേക്ക് ഓഫ് അതിലാണ് നമ്മൾ കണ്ടത്. എനിക്ക് പറയാനുള്ളത് ഒരു
സ്ക്രിപ്റ്റ് റൈറ്ററുടെ ഉന്മാദം അത് തന്നെയായിരുന്നു സിനിമ. ആസ് എൻ ഓഡിയൻ എനിക്ക് പറയാനുള്ളത്, ഇതൊരു മൂവിയുടെ ഭാഗമാകാൻ പറ്റിയത് നല്ല സന്തോഷം. ആ ഉന്മാദം നമുക്ക് അത്ര ഡെല്യൂഷൻ സ്ക്രീനിൽ എനിക്ക് ചാക്കോച്ചനെ കാണാൻ പറ്റിയപ്പോൾ അത് വലിയൊരു ആങ്സൈറ്റിയും എക്സൈറ്റ്മെൻറ്റും എല്ലാം ഉണ്ടായിരുന്നു. അത്രയും ഉന്മാദം നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഒരു ക്യാരക്ടറിൽ ഇത്രയും ഇൻപുട്ട് എടുത്ത് ഇൻറ്റൻസായിട്ട് ചാക്കോച്ചൻ ചെയ്തു. അതെനിക്ക് ഇത്രയും വർഷങ്ങൾക്കപ്പുറം കണ്ടപ്പോൾ ഭയങ്കര ഒരു സന്തോഷം. ആൻഡ് ഓഫ് കോഴ്സ് ഡയറക്ടർ, കേരളത്തിലെ വേഴ്സ്റ്റൈൽ ആയിട്ടുള്ളൊരു എഡിറ്ററുടെ ഫസ്റ്റ് മൂവി. അപ്പോൾ അതും വലിയൊരു പ്രതീക്ഷയാണ്. എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണണം. താങ്ക് യു സോ മച്ച്.